ശ്രീ ജോർജ് ജോസഫ്, ഈ സന്തോഷത്തിലും സങ്കടത്തിലും മദ്യത്തിന് പിന്നാലെ പോയിരുന്ന ഒരു നാടാണ് കേരളം. ഇപ്പോൾ അത് ലഹരിക്ക് പിന്നാലെയായി, ലഹരിയുടെ പല തലത്തിലേക്കുള്ള യാത്രയായി അത് മാറി. ഈ സന്തോഷത്തിലും സങ്കടത്തിലും ലഹരിയെ കൂട്ടുപിടിക്കുന്നു കേരളം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഇപ്പം സമൂഹത്തിൽ ഓരോരോ സ്കൂളിലായാലും കോളേജിലായാലും സംഘടനകളിലായാലും ശരി, അവർ മാസം മാസം എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ച് അതിൻ്റെ അവസാനം കുറേ മദ്യപാനമാണ്. അതാണ് ഈ സന്തോഷത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഓരോരോ സമയത്തും നമ്മൾ അവസാനം സ്വീകരിക്കുന്ന മാർഗം. കാരണം പല പല പ്രോഗ്രാമുകൾ നടക്കുന്നെങ്കിലും അവിടെ എല്ലായിടത്തും മദ്യമുണ്ട്. മദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മദ്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് സർക്കാർ ശ്രമിക്കേണ്ടതിന് പകരം കൂടുതലും മദ്യഷാപ്പുകളും കൂടുതൽ ബാർ ഹോട്ടലുകളും മദ്യനയം വേറെ പണം ഉണ്ടാക്കാനായിട്ട് ആളെ കുളിപ്പിച്ച് ആ പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒഴുക്കുകയാണ്. അതേസമയത്ത് മെഡിക്കൽ രംഗത്ത് നമ്മൾ ആലോചിക്കണം, ഇത് കുടിച്ചും കൂത്താടിയും ഇവിടെയുള്ള ആരോഗ്യം ക്ഷയിച്ച് അവർ ഹോസ്പിറ്റലിൽ പോയി, സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ തന്നെ നശിപ്പിച്ച് അത് ചികിത്സിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വ്യത്യസ്തമായ ചിന്താഗതികളാണ് ഭരണ നേതൃത്വത്തിലുള്ളവർ. അവർ ഈ മദ്യത്തിന് വേണ്ടിയിട്ട് അവർ മാക്സിമം മദ്യത്തിന് വേണ്ടി ലൈസൻസ് കൊടുത്ത് മദ്യത്തിന് വിറ്റ് കാശു ഖജനാവി കൊണ്ടുവരികയും അതിൻ്റെ ഇരട്ടി ഇവിടെ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ പഴയ കാലത്തുള്ള നമ്മൾ സ്വീകരിച്ച ആ ഭക്ഷണ പദാർത്ഥം നമ്മൾ മാറി. ഇപ്പം കുട്ടികൾക്ക് കേരളത്തിൽ എല്ലാവരും ചോദിച്ചാൽ അവർക്ക് 3 ഭക്ഷണമാണ്. ഒന്ന് കുഴിമന്തി, നമ്മളിപ്പം കണ്ടല്ലോ, ആ ഇവിടുത്തെ ആ ഒരു കൊച്ചിനെ, അവന് കുഴിമന്തി കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില പദാർത്ഥങ്ങൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാൻസർ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് അതിലേക്ക് അഡിക്ഷനായിപ്പോയി മലയാളികളെ. എവിടെ നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഇറച്ചിയും മീനും മാത്രമല്ല വെയിറ്റേറിനൊക്കെ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. അതിനകത്ത് ചേർക്കുന്ന ചേരുവകളെല്ലാം അഡിക്ഷനായി മാറുന്നതാണ്. എല്ലാ കോളേജിലും സ്കൂളിലും ഐസ്ക്രീമും മറ്റേതും മറിച്ചതൊക്കെ കഴിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ചേരുന്ന അഡിക്ഷൻ ഈ ഡ്രഗ്സിൻ്റെ പല വകഭേദങ്ങളും അതിൻ്റെ അകത്ത് ചേരുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കാരണം അത് വലിയ ഒരു കഠോരമായ പ്രവൃത്തി തന്നെയാണ്, സംശയമൊന്നുമില്ല. മലയാളി ഇതിലൊക്കെ ലഹരി പോലെ ഭക്ഷണത്തിലും അഡിക്ഷനായി അതിൽ നിന്നുണ്ടാക്കുന്ന രോഗങ്ങളുടെ മൊത്തമായി നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് വളരെയധികം രോഗങ്ങൾ മലയാളിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ നമ്മുടെ പഴയ കാലഘട്ടത്തെ കപ്പ ചക്ക അങ്ങനെയുള്ള മലയാളിയുടെ പഴയ കാലത്തെ ആ ഭക്ഷണങ്ങൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്യാൻസർ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഇപ്പം 40-45 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണരീതി മാറിയ ശേഷം അവർക്ക് അത് ഒരു ഹാർട്ട് അറ്റാക്കിലേക്കോ അവർക്ക് പല പല രോഗങ്ങളിലേക്കോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ആരോഗ്യപരമായ രംഗത്തും നമ്മൾ ആദപ്പതിച്ചു പോയി, വിദ്യാഭ്യാസ രംഗത്തും ആദപ്പതിച്ചു പോയി. അതുപോലെ തന്നെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് തകർന്ന് തരിപ്പണമായിപ്പോയി. ഇവിടുത്തെ ലിവിങ് ടുഗദർ അത് പല വീട്ടിലും കുട്ടികൾക്കും അറിയാം, അപ്പനും അമ്മയായിട്ടുള്ള അവരുടെ അസ്വാരസ്യങ്ങളും അറിയാം, അവർ വേറെ ചിലരുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ആ കെട്ടുറപ്പ് നശിച്ച് നമ്മുടെ തലമുറ മുഴുവൻ കണ്ടു. അതാണ് ജീവിതമെന്ന് കരുതി അവരും ആ രീതി പോവുകയാണ്. 10 വയസ്സ് 11, 12 വയസ്സുള്ള കുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് എന്താണ് അത്ര നിരാശ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞു. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു 10 വയസ്സുകാരി ഞാൻ അന്തിച്ചു പോയി. 10 വയസ്സേ ഉള്ളൂ. വാളയാറിൽ നമ്മൾ കണ്ടല്ലോ എന്താണ് അവിടുത്തെ 2 കുട്ടികൾ, അത് 10 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മോന്താഴത്തിലൊന്നും ആ കുട്ടിയുടെ കസേര ഇട്ടാലും കൈ എത്തൂല. അപ്പം സമൂഹം കംപ്ലീറ്റായിട്ട് മാറിപ്പോയി. ക്രിമിനാലിറ്റി എല്ലാ സ്ഥലത്തും രംഗപ്രവേശം ചെയ്തു. എവിടെയെങ്കിലും പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൈയിട്ട് വരുന്ന സർക്കാർ ജീവനക്കാരും അത് കൈയിട്ട് വീഴുന്ന സൊസൈറ്റികളും മാത്രമായിട്ട് നമ്മൾ കണ്ടു. മലയാളി ഇന്നും പഠിച്ചിട്ടില്ല. കാരണം മലയാളിക്ക് ഒരു ജീവിതത്തിലെ പലിശ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള ആർത്തി. കാരണം നമുക്ക് വരുമാനമില്ലാത്ത ഒരാൾ ഒരു 50-60,000 രൂപയുടെ മൊബൈൽ കൊണ്ടുവന്നത് ഒരു വരുമാനം കാണും, കൂലിപ്പണിക്കാരൻ. പക്ഷെ കയ്യിരിക്കുന്ന മൊബൈൽ 60,000-70,000 രൂപയാണ്. ഈ കൂലിപ്പണി ചെയ്യുന്ന ആളായാലും ശരി ഒരു കാറ് വാങ്ങിക്കും. അതുപോലെ വരുമാനമില്ലെങ്കിലും വലിയ കെട്ടിടം വെക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള പണം അടയ്ക്കാതെ വന്നു കഴിഞ്ഞ് കുടുംബം ഒന്നടച്ച് ആത്മഹത്യ ചെയ്യും. എന്നിട്ട് അവരുണ്ടാക്കുന്ന പണം വലിയ പലിശ മോഹിച്ച് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് അവർ തട്ടിച്ചുകൊണ്ട് പോയി ഇവരും ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ മലയാളിയുടെ ഈ ലോകത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഫ്രോഡ് കാണിച്ച് പണം ഉണ്ടാക്കാൻ മലയാളിക്ക് നന്നായിട്ട് അറിയാം. അതിനകത്ത് എന്ന് ചേരുന്നതും ഈ ഫ്രോഡ് മോഹം ഉള്ളവരൊക്കെ തന്നെ. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആരും ഇതുപോലെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാനും പറ്റില്ല. അവർക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റില്ല.